ഹലോ ഫ്രണ്ട്സ്, ഗ്രാമറിന്റെയും ടെൻസിന്റെയും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞു തരുന്ന വീഡിയോ സീരീസിന്റെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൂൾ ഫോർ സെന്റൻസ് ഫോർമേഷൻ. സെന്റൻസ് എങ്ങനെ ഫോം ചെയ്യാം? മലയാളത്തിൽ നമ്മൾ സെന്റൻസ് പറയുന്ന അതേ ഓർഡറിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അതേ സെന്റൻസ്, ഇംഗ്ലീഷിലെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. ഫോർ എക്സാമ്പിൾ, അവൻ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മലയാളം സെന്റൻസിനെ അതേപടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവൻ, ഹി, ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈറ്റിംഗ്. ഹി ഓറഞ്ച് ഈറ്റിംഗ്. പക്ഷെ അത് തെറ്റാണ്. എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ സെന്റൻസ് ഫോർമേഷന് ഒരു റൂൾ ഉണ്ട്. ആ റൂൾ അനുസരിച്ച് മാത്രമേ നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ സെന്റൻസ് ഫോം ചെയ്താൽ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ റൂൾ വെച്ച് നോക്കുമ്പോൾ അത് തെറ്റാണ്. ഹി ഓറഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്ന കേൾക്കുന്ന ഒരാൾക്ക് മീനിങ് മനസ്സിലാകുമായിരിക്കാം, പക്ഷെ അത് തെറ്റാണ് എന്ന് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രശ്നമില്ലാതെ അത് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് ആദ്യമേ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സെന്റൻസ് എങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്? ഹി ഈസ് ഈറ്റിംഗ് ആൻ ഓറഞ്ച്. ഇതാണ് അവൻ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെറ്റില്ലാത്ത ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇനി അത് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് ഇംഗ്ലീഷിലെ സെന്റൻസ് ഫോർമേഷന്റെ റൂൾ. അതായത് സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സബ്ജക്ട് എന്നാൽ കർത്താവ് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആള്. ഇവിടെ ഹി ആണ് സബ്ജക്ട്. അവൻ എന്ന വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ആയിരിക്കണം ആദ്യം വരുന്നത്. അടുത്തത് ഓക്സിലറി വെർബ്, അതായത് സഹായക്രിയ. ഏതൊക്കെയാന്ന് നോക്കാം. ഈസ്, ആർ, ഹാസ്, ഷുഡ്, ഡു, മേ, കുഡ്, അങ്ങനെ 24 ഓക്സിലറി വെർബ് ഇംഗ്ലീഷിലുണ്ട്. അതിനെപ്പറ്റി വിശദമായുള്ള വീഡിയോ അടുത്ത ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ സെന്റൻസ് യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് ആണ് ഈസ്. ഹി ഈസ്. അപ്പോൾ രണ്ടാമത് വരേണ്ട ഈസ് ആണ്. ഓക്സിലറി വെർബ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ രണ്ടാമത് സെക്കൻഡ് പ്ലേസിൽ അത് വരണം. അപ്പോൾ ഹി ഈസ് അവിടെ വരെ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് വെർബ്, ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി. അവൻ എന്താണ് ചെയ്തത്? കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത് വരേണ്ടത് എന്താണ്? വെർബാണ്. ഫോർ എക്സാമ്പിൾ, വെർബിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഡാൻസിങ്, വോക്കിങ്, അങ്ങനെ എന്ത് പ്രവൃത്തിയാണോ സബ്ജക്ട് അല്ലെങ്കിൽ കർത്താവ് ചെയ്യുന്നത് അതിനെ വെർബ് എന്ന് പറയാം. അടുത്തത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾ അല്ലെങ്കിൽ വസ്തുവിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓറഞ്ച്, അവൻ ഓറഞ്ചിനെയാണ് കഴിച്ചത്. അതുകൊണ്ട് ഇവിടെ ഓറഞ്ച് നാലാമത്തെ സ്ഥാനത്ത് വരുന്നു. സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് ഇവിടെ ഹി ആണ്. ഓക്സിലറി വെർബ് പറഞ്ഞു, 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഈ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസിൽ ആവശ്യമാണെങ്കിൽ അത് അവിടെ ഉപയോഗിക്കുക. അടുത്തത് വെർബ്, ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി. എന്താണ് കർത്താവ് എന്ത് കാര്യമാണ് അല്ലെങ്കിൽ സബ്ജക്ട് എന്ത് കാര്യമാണ് അവിടെ ചെയ്യുന്നത്, അത് മൂന്നാമത് വരും. അതിനുശേഷം നാലാമതായിട്ട് ഒബ്ജക്റ്റ്, വസ്തു. സബ്ജക്ട് ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ട് അനുഭവിക്കുന്ന വസ്തു അല്ലെങ്കിൽ ആളാണ് അവസാനം വരേണ്ടത്. അതാണ് ഒബ്ജക്റ്റ്. ഇതിന് ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആരെ അല്ലെങ്കിൽ എന്തിനെ, ഹൂം അല്ലെങ്കിൽ വാട്ട്, ഈ ക്വസ്റ്റ്യന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരെ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. കാരണം ഓറഞ്ച് ആണ്, കഴിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ എന്തിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടും. ഓറഞ്ച്. എന്തിനെ അല്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടും. അതാണ് ഓറഞ്ച്. അപ്പോൾ ആ ഓറഞ്ച് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ റൂൾ ഓഫ് സെന്റൻസ് ഫോർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആള്, ഓക്സിലറി വെർബ് അത് പറഞ്ഞു, 24 ഓക്സിലറി വെർബ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഈ സാഹചര്യത്തിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കുക. അടുത്തത് വെർബ്, കർത്താവ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി. ഒബ്ജക്റ്റ്, ആ റിസൾട്ട് അനുഭവിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സാധനം. അതാണ് ഈ ഓർഡറിലാണ് നമ്മൾ സെന്റൻസ് ഫോം ചെയ്യേണ്ടത്. ഈ ഓർഡർ നോക്കാതെ നമ്മൾ ഹി ഓറഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാലുള്ള കുഴപ്പമാണ്. ക്ക് ശേഷം അവിടെ ഒബ്ജക്റ്റ് വന്നു, എന്നിട്ട് വെർബ് ഏറ്റവും അവസാനം വന്നു, ഓക്സിലറി വെർബ് ഉപയോഗിച്ചില്ല. അപ്പോൾ ഇത്രയാണ് ഹി ഓറഞ്ച് ഈറ്റിങ്ങിനകത്ത് ഈ ഇത്രയും മിസ്റ്റേക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂൾ നമുക്കറിയാമെങ്കിൽ സബ്ജക്റ്റ് ആദ്യം വരണം, ഹി ആദ്യമാണ്, അത് ഓൾറെഡി ആദ്യം തന്നെയാണ്. പിന്നെ ഓക്സിലറി വെർബിന്റെ കാര്യം നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്സിലറി വെർബ് വേണോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഈസ് എന്ന ഓക്സിലറി വെർബ് ഇവിടെ വേണം എന്ന് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. ഈ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലെ സെന്റൻസ് ഫോർമേഷൻ തെറ്റില്ലാതെ ചെയ്യാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോകളും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്